നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിസ്ക്കറ്റ് മുന്തിരിയും കഴിച്ചതിന് ശേഷം 1 വയസ്സുകാരൻ കുഴഞ്ഞു വീണ മരിച്ച സംഭവം വളരെ ദുരൂഹമായ സംഭവമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത അച്ഛനെ 18 മണിക്കൂർ പോലീസ് ചോദ്യം ചെയ്തു. അതിനുശേഷം വിട്ടയച്ചു. അതിന് പിന്നാലെ മാതാവിനെ പോലീസ് ചോദ്യം ചെയ്തു. രണ്ടാമത്തെ തവണയാണ് അമ്മയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. അതിന് പിന്നാലെ പിതാവിനെ 18 മണിക്കൂറോളം ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും അമ്മയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരിക്കുകയാണ്. കുട്ടിയുടെ മരണത്തിൽ അച്ഛനെയും അമ്മയും ചോദ്യം ചെയ്തുവെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുന്നില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാനാവൂ എന്ന നിലപാടിലാണ് നിലവിൽ പോലീസ് ആയിരിക്കുന്നത്. കവാളക്കുളം ഐക്കരവിള വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഷിജിലിൻ്റെയും കൃഷ്ണപ്രിയയുടെ മകൻ 1 വയസ്സുകാരൻ ഇഹാനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 9:30 വീട്ടിൽ വെച്ച് അച്ഛൻ ബിസ്ക്കറ്റും മുന്തിരിയും നൽകുന്നു. അത് കഴിച്ച ഉടനെ കുട്ടി മരിക്കുന്നു. അതായത് മടിയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു കുട്ടി. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് സർജൻ നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഷിജിലിനെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം 18 മണിക്കൂറോളം ചോദ്യം ചെയ്തു. എന്തായാലും വിട്ടയച്ചിട്ടുണ്ട്. അമ്മയും ചോദ്യം ചെയ്യുന്നു 2 വട്ടം. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ശനിയാഴ്ച രാത്രിയോടെ കൃഷ്ണപ്രിയയെ ചോദ്യം ചെയ്തതാണ്. ബന്ധുക്കൾക്കൊപ്പം വിട്ടയക്കുകയും ചെയ്തതാണ്. ഷിജിലിനെ കൂടുതൽ ചോദ്യം ചെയ്തതിനായി കസ്റ്റഡിയിൽ വയ്ക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ ഷിജിലിൻ്റെ മൊഴിയിൽ നിന്ന് സംശയകരമായ യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. ഞായറാഴ്ച ഉച്ചയോടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയ ശേഷം ഷിജിലിനെ പോലീസ് വിട്ടയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. തെളിവില്ലാതെ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിലാണ് ഷിജിലിനെ ഞായറാഴ്ച ഉച്ചയോടെ പോലീസ് വിട്ടയച്ചത്. ഷിജിൽ കൃഷ്ണപ്രിയ ദമ്പതിമാർക്ക് ഇഹാൻ ജനിച്ചതിന് ശേഷം ഇരുവരും പിണക്കത്തിലാണ്. 2 മാസത്തിന് ശേഷമാണ് ഇരുവരും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വീണ്ടും ഒരുമിച്ച് താമസിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. കവളാക്കുളത്ത് വാടക വീടെടുത്ത് താമസിക്കുകയായിരുന്നു. അതിനിടെ വെള്ളിയാഴ്ച രാത്രി ഷിജിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഇഹാന് നൽകാനായി ബിസ്ക്കറ്റ് മുന്തിരിയും വാങ്ങി വന്നു. ഇത് ഇഹാന് നൽകിയതിന് ശേഷമാണ് കുട്ടി കുഴഞ്ഞു വീഴുന്നത്. തുടർന്ന് കുട്ടിയെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ആദ്യം പോലീസ് വിചാരിച്ചത് ഇത് ഭക്ഷ്യവിഷബാധയായിരിക്കാം മരണകാരണം എന്നാണ്. പക്ഷേ ഇഹാന്റെ വലത് കൈയിൽ പൊട്ടലുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ടിരുന്നു. ഇത് സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ ഉടലെടുക്കുന്നു. ഇതേ തുടർന്നാണ് മാതാപിതാക്കളെ ചോദ്യം ചെയ്തത്. ഷിജിലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. കൃഷ്ണപ്രിയയും ചോദ്യം ചെയ്യുന്നു. ചില സംശയങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും 1 വയസ്സുകാരൻ്റെ മരണത്തിന് പിന്നിൽ എന്താണ്, കുഴഞ്ഞു വീണ് മരിക്കാൻ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായൊരു അന്വേഷണം പോലീസ് തയ്യാറെടുക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത അച്ഛനെ 18 മണിക്കൂർ ചോദ്യം ചെയ്തു. മാതാവിനെയും ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെ മരണത്തിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് സർജൻ നൽകിയ ഒരു സൂചനയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും എന്താണ് സംഭവിച്ചത്? കുട്ടിയുടെ കയ്യിലെ പൊട്ടൽ, ഈ കുട്ടി ജനിച്ചതിന് ശേഷം മാതാപിതാക്കൾക്കിടയിൽ ഒരു വിള്ളലുണ്ടാകുന്നു. അതിനുശേഷം വീണ്ടും അവരെ ഒന്നിപ്പിക്കുന്നു. അങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്നതിനിടെ കുട്ടിക്ക് മരണം സംഭവിക്കുന്നു. എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.